ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സമയം 5:30 ആയതുള്ളൂ കേട്ടോ. നേരം വെളുത്ത് വരുന്നേ ഉള്ളേ. നമുക്കിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായാലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത് മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കെട്ടി വെക്കുകയാണേ. മക്കൾ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ചെയ്താലേ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. അതുമല്ല അവർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പണികളൊക്കെ വേഗം തീർത്താലേ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കിയിട്ട് അവരെ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ തട്ടകത്തിലോട്ടാണ്. അവിടെ ചെന്ന് നമ്മുടെ ഔദ്യോഗികമായ യൂണിഫോം ഒക്കെ എടുത്ത് അണിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമല്ലോ ഇതുപോലെ ഓരോ യൂണിഫോം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാണേ. രാവിലെ പൊതുവേ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ. ആ ഒരു ഗ്ലാസ് വെള്ളം അവിടെ ഇരുന്ന് കുറച്ച് നേരം ആസ്വദിച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ ആലോചിക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ആക്കണ്ടേ, എന്താ കറി ആക്കണ്ടേ എന്നൊക്കെ. പിന്നെ നമ്മൾ ചായക്കുള്ള പാലും വെള്ളമൊക്കെ റെഡിയാക്കി അടുപ്പേ വെച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ക്ലിക്ക് ചെയ്തു കേട്ടോ. എന്നാൽ ഇന്ന് നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണേ. അപ്പോൾ അതിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചായയൊക്കെ നമ്മുടെ മൂത്തയാൾ എഴുന്നേറ്റ് വന്നു. നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ള ചായയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചായ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുത്താൽ ഇങ്ങനെ അടിച്ചെടുക്കുന്ന ചായക്കൊരു പ്രത്യേക രുചിയാണ് അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുവാണേ. രാവിലെ തന്നെ ഒരു കുട്ടി സ്കിൻ കെയറെ. ഈ തിരക്കിനിടയ്ക്ക് നമ്മൾ നമ്മുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. കുറച്ച് പച്ച പാലെടുത്ത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ പിന്നെ അതവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. അന്നേരത്തേക്ക് ബാക്കി രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് അവർ നോക്കുവാണ്. അപ്പോൾ നമ്മുടെ 3 പേര് എഴുന്നേറ്റ് വന്നു. അപ്പോൾ നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ എമ്മാനും അവിടെ ഇരുന്ന് പഠിക്കുവാണ്. ഡൂഡ് പിന്നെ കസാരയൊക്കെയുള്ള ചായയെല്ലാം എടുത്ത് വെച്ചപ്പോൾ അവർ നയത്തിൽ ചായയൊക്കെ കുടിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ തൂത്ത പാലുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് തുടച്ച് കളയണ്ടേ. അപ്പോൾ ഒരു കോട്ടൻ്റെ വൈപ്സ് വെച്ച് അത് മുഖത്തുനിന്നും അതുപോലെ നെക്കിൽ നിന്നൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടമ്മമാരോടും പറയാനുള്ള എത്ര തിരക്കാണേലും മറ്റുള്ളവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് സമയം നമുക്ക് വേണ്ടി കൂടി സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ഫേസ് ചെയ്യുന്ന റിമൂവ് ആക്കിയ ശേഷം കുറച്ച് നല്ല തേനെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. അത് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഫേസിന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുവേ. അപ്പം നമുക്ക് പിന്നെ നൂൽപുട്ടൊക്കെ ആക്കണ്ടേ. അങ്ങനെ നൂൽപുട്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. ആദ്യമൊന്നും ഞാനങ്ങനെ നൂൽപുട്ട് എപ്പോഴും ആക്കാറില്ലായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ മടിയായിരുന്നു ആക്കാൻ. പക്ഷേ ഇപ്പം ഞാൻ നൂൽപുട്ട് ഇടയ്ക്ക് ആക്കുവേ. കാരണം ഇപ്പോൾ അതാക്കാൻ ഭയങ്കര ഈസിയാണേ. പൊതുവേ ഞാൻ ഡബിൾ ഹോസിൻ്റെ പൊടി എടുക്കുന്നത്. അത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നൂൽപുട്ടൊക്കെ അടുപ്പേ വെച്ച് പിന്നെ കുറച്ച് നേരം നമ്മൾ ഡൂഡുക്കുട്ടനെ കളിപ്പിക്കണ്ടേ. അപ്പോൾ ഡൂഡുക്കുട്ടനും അമ്മയും കൂടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത ഹണി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കോട്ടൻ്റെ വൈപ്സ് വെച്ച് ഇച്ചിരി വെള്ളം കൂട്ടി നന്നായിട്ട് റിമൂവ് ചെയ്യുവാണേ. നെക്കിൽ നിന്നും അതുപോലെ ഫേസിൽ നിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുവാണേ. ഇത് നമ്മുടെ ഫേസിന് നല്ലതാണ് കേട്ടോ. കാരണം നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പണിയും മുടങ്ങത്തില്ല. കാരണം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മൾ റിമൂവ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ പണി നടക്കും, സ്കിൻ കെയറും നടക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ആക്കരുത് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുവാണേ. പിന്നെ നമ്മൾ ലിപ് ബാമും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു പൊട്ടും കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഡണ്ണായിട്ടുണ്ട്. പിന്നെ അടുത്ത കലാപരിപാടി ഡൂഡുവിന് ഫുഡ് കൊടുക്കുവാണ്. അപ്പോൾ രാവിലെ നമ്മൾ എന്താക്കുന്നു അതാണ് ഡൂഡുവിന് രാവിലെ കൊടുക്കൽ കേട്ടോ. അപ്പോഴത്തേക്കും മക്കൾ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി ഭക്ഷണമൊക്കെ വെച്ച് റെഡിയായി കേട്ടോ. അപ്പോഴത്തേക്ക് എമ്മാനുവിൻ്റെ വണ്ടി വന്നേ. അപ്പോൾ അവൻ എക്സാമിന് പോവുകയാണേ. പിന്നെ രാവിലെ തന്നെ ഡൂഡുവിൻ്റെ ഒരു കസാര കളിയാണ്. അപ്പോൾ അവൻ വാക്കറയിൽ കസാര പിടിച്ചിട്ട് വട്ടം കറങ്ങുവാണേ. അത് നമ്മൾ പെരയൊക്കെ അടിച്ചു വാരാൻ വേണ്ടി പോയി. രണ്ടാമത്തെ ആളെയും കൂടെ എക്സാമിന് റെഡിയാക്കി വിടണം. ഡൂഡുവിനെ ഉറക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മഴയാണ് പുറത്തെ.